ഹലോ നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഐക്യ ഹോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഐക്യയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സാധനങ്ങളുണ്ടല്ലോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇന്നാണ് ഒന്ന് സൗകര്യമൊക്കെ കിട്ടിയത് കേട്ടോ വ്ളോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അത് കാരണം ഒന്നും ഓർഗനൈസ് ചെയ്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ അതാത് സ്ഥാനത്തേക്ക് മാറ്റി വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളായിട്ട് ആദ്യം കാണിക്കാം, എന്നിട്ട് നമുക്ക് ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ അതൊക്കെ ഒതുക്കി വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐക്യ നമുക്ക് അഫോർഡബിൾ ആണോ, അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, കറൻ്റിലി അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെയുള്ളതാണ് ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് പോവാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നതും. അതേപോലെ ഓൾറെഡി ഞാൻ ഐക്യ ഷോപ്പ് എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത മഴ വരും മുന്നേ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏത് പ്രോഡക്റ്റാണ്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചോളൂ. ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിന് വാങ്ങിച്ച സാധനം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് തോന്നിയാൽ അതും നിങ്ങൾക്ക് പോയി മേടിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ഇങ്ങനെ അതൊക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളോട് വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ 1-ാം തീയതി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് പൈസ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്നൊന്ന് മോണിറ്റൈസ് ആയി കിട്ടിയത്. എൻ്റെ ഫസ്റ്റ് ചാനൽ ഞാൻ എത്രയോ മാസങ്ങൾ 1.5 വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടും ഒക്കെയാണ് എനിക്കൊന്ന് മോണിറ്റൈസ് ആയി കിട്ടിയത്. എനിക്ക് അതിൽ നിന്ന് വലിയ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റിൽ ഞാനത് റൺ ചെയ്യുന്നുണ്ട്, ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. എന്നാൽ പോലും ഈ ഒരു ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആയി കിട്ടി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. മനസ്സിൽ ഇങ്ങനെ തട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുണ്ടെങ്കിലാണ് ഞാനും ഈ വ്ളോഗ് ചാനലും ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലോട്ട് കടന്നാലോ. മിക്കപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണല്ലേ ക്രോക്കറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുക. വലിയ ഉപയോഗമൊന്നുമില്ല, നമ്മുടെ ചില്ലാലമാരയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കും. ചിലരൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പൊതുവേ യൂസ് ചെയ്യാറുണ്ട്. അതായത് കുറച്ച് മുന്നേ വാങ്ങിച്ചത് പിന്നെ എടുത്തിട്ട് നമുക്കിപ്പോൾ യൂസ് ചെയ്യും, പിന്നെ ഇപ്പോൾ വാങ്ങിക്കുന്നത് എടുത്ത് വയ്ക്കും, ആരെങ്കിലുമൊക്കെ വന്ന് അല്ലെങ്കിൽ യൂസ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യും കേട്ടോ. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അല്ലാതെ മുഴുവനായിട്ടും ഞാൻ അങ്ങനെ എടുത്ത് നാട്ടുകാർക്കോ അല്ലെങ്കിൽ വല്ലപ്പോഴും വരുന്ന അതിഥിക്കും വേണ്ടിയിട്ട് എടുത്ത് വെക്കാറൊന്നുമില്ല. കുറച്ച് മാത്രമേ ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എടുത്ത് യൂസ് ചെയ്യും കേട്ടോ. നമ്മൾ ഉപയോഗിക്കാത്തത് പിന്നെ ആർക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം ഞാൻ എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം ഉണ്ടായിരിക്കും. നല്ലതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ പഴയ പാത്രത്തിൽ കൊണ്ടേണ്ടി ഉറങ്ങുക, അല്ലെങ്കിൽ പഴയ പായൽ കിടന്ന് ഉറങ്ങേണ്ട ആവശ്യം, പഴയ വിരിയിൽ വിരിച്ച് കിടന്നുറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക, എന്നിട്ട് മതി അടുത്ത ആൾക്കാർക്ക് കേട്ടോ. അപ്പം ഞാൻ ആദ്യം മേടിച്ചത് ഇതാ കണ്ടോ, ഈ ഒരു പ്ലേറ്റിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ എന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഐക്യയിൽ പോയപ്പോഴത്തേക്കും ഇതേ കളറിൽ ഞാൻ വെള്ളം കുടിക്കാൻ ഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമാണ് അതിന് മാച്ചിങ് ആയിട്ടുള്ള പ്ലേറ്റ് മേടിക്കണം എന്നുള്ളത് കേട്ടോ. ഒരെണ്ണം എടുത്ത് കാണിക്കുക, കയ്യിൽ നിന്ന് അങ്ങനെ വീണ് പൊട്ടിയാൽ കഴിഞ്ഞു കഥ. അപ്പോൾ ഇത് കുറച്ച് പൊടി പിടിച്ചു, ഞാൻ പുറത്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 1806 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ 4 എണ്ണത്തിന്. അപ്പോൾ കണ്ടു എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിക്കേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ച പ്ലേറ്റാണ് കേട്ടോ ഇത്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഇതാകുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്. സാധാരണ ഇവിടുത്തെ പ്ലേറ്റിലൊക്കെ ചോറും കറികളിട്ട് പെട്ടെന്ന് നിറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിൽ
കുറച്ചധികം കറികളും ചോറൊക്കെ വിളമ്പാൻ പറ്റുന്ന സൈസിലുള്ള പ്ലേറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇതിന്. അതുപോലെ പുറത്തേക്ക് ചാടി പോവേ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നോക്കി തന്നെയാണ് വാങ്ങിച്ചത്. വൈറ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കാരണം എന്താ വെച്ചാൽ വൈറ്റ് എപ്പോഴും ഭംഗിയാണ്. അപ്പോൾ പക്ഷെ അതിൽ ഞാൻ ഉദ്ദേശിച്ച, അതായത് 4 എണ്ണം അല്ലേ 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഈ കളർ എടുത്തതാണ് കേട്ടോ. പിന്നെ വേറെ കളേഴ്സൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് ഈ ഒരു നമ്മുടെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആയിട്ട് മാച്ചിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തതാണ് കേട്ടോ. നമ്മുടെ പ്ലേറ്റ് 4 എണ്ണത്തിൻ്റെ സെറ്റ് കേട്ടോ. അടുത്ത് വന്നിട്ട് ഹാൻഡ് വാഷിൻ്റെ ചെറിയ എന്താ പറയുക ബോട്ടിൽസ്, ഹാൻഡ് വാഷ് ഒഴിച്ച് വെക്കാനുള്ള സംഭവമാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട്. ഇത് 2-3 കളറിൽ അവൈലബിൾ ആണ്. ഇതും ഏകദേശം സെറാമിക്കിന്റെ ഒരു ടൈപ്പിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഏതാണ് എന്താണ് ഇതിന് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് വായിക്കാൻ കിട്ടില്ല കേട്ടോ, അവരുടെ ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. റേറ്റും ഒന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. ഇതിൻ്റെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് 600 ആ ഒരു റേഞ്ചാണെന്ന് തോന്നുന്നു. 599 ആ റേഞ്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരെണ്ണത്തിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 2 ടോയ്ലറ്റും പിന്നെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഉള്ളത്, അങ്ങനെ 3 ഏരിയയിലേക്ക് എനിക്കിത് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും ഓരോരോ പീസ് എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അത് എനിക്ക് റിക്വയർമെൻറ്റിനനുസരിച്ച് ഞാൻ ആ നമ്പേഴ്സ് അങ്ങനെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 എണ്ണം എങ്ങനെ ഇത് ഞാൻ 3 എണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് വാഷ് ഉപയോഗിക്കാനുള്ള പാത്രം. നല്ല രസമല്ലേ, നല്ല ഭംഗിയുള്ള കളർ. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തത് കേട്ടോ. അടുത്തത് ഒരു സിമ്പിൾ സംഭവമാണ്. എനിക്ക് പേന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക്ക്, ഞാൻ പലതും ചിന്തിച്ചിട്ട് ഇത് കണ്ടപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒന്നാമത്തേൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തേത് എനിക്ക് എൻ്റെ ലിപ് ഷെയ്ഡുകൾ, ലിപ് ക്രയോൺസ്, പിന്നെ ലിപ്പിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ കുട്ടി സാധനം. ഇത് 199 റുപ്പീസ് അങ്ങോട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിലൊന്നും വിലയുടെ കണക്ക് എഴുതിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ പെട്ടു ശരിക്കും. ഞാൻ വിലയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ വില ഇതിൽ എഴുതിയിട്ടില്ല. നമുക്ക് ബില്ലൊക്കെ പരിശോധിക്കേണ്ടതായിട്ട് വരും. അതാണ് ഈ പാത്രം. ഇത് 199 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. 199 അല്ലെങ്കിൽ 250 ഉള്ളിൽ അത്ര ആയിട്ടുള്ളൂ കേട്ടോ ഇതിന്, കുട്ടി പാത്രത്തിന് കേട്ടോ. പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, മെറ്റീരിയൽ പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ. ഈ എന്താ പറയുക, ഇതിന് എന്താ പറയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നിലത്ത് വീണ പൊട്ടുന്ന സാധനം ഒന്നുമല്ല കേട്ടോ. കണ്ടോ, കമ്പി പോലത്തെ എന്തോ സംഭവമാണ്, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇതെന്താണെങ്കിലും ഈ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പേന ഇതാണ് നമ്മുടെ സംഭവം. അടുത്തത് സൂപ്പിന്റെ ബൗളാണ് കേട്ടോ. സൂപ്പ് ബൗള് ഇത് ബ്ലാക്ക് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ശരത്തേട്ടന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഞാൻ വാങ്ങിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ശരത്തേട്ടനും ഇതിൽ തുല്യ പങ്കാളിത്തം ഉണ്ട് കേട്ടോ. ശരത്തേട്ടനും ഞാനും കൂടി ഒരുമിച്ചാണ് ഇത് മുഴുവൻ ഷോപ്പിംഗ് ചെയ്തത് കേട്ടോ. ശരത്തേട്ടന് ഇഷ്ടപ്പെട്ടത് ശരത്തേട്ടൻ എടുക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള സൂപ്പിന്റെ ബൗള്, നല്ല രസമല്ലേ കാണാൻ. നമ്മളാണെങ്കിൽ എപ്പോഴും വീട്ടിൽ സൂപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് സൂപ്പ് മേടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സൂപ്പിൻ്റെ ബൗൾ എനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ്. അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഇത് സൂപ്പ് ബൗൾ. അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളും കേട്ടോ. 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 979 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. 4 എണ്ണത്തിന് 979, 979 റുപ്പീസ് 4 എണ്ണം കേട്ടോ. സെറാമിക് ആയതുകൊണ്ട് റേറ്റ് ഉണ്ട് കേട്ടോ. സെറാമിക്കിൻ്റെ എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കാണും. അടുത്തത് എനിക്ക് ഈ ഷോ പീസുകൾ അല്ലെങ്കിൽ ചെടി രൂപത്തിൽ എന്ത് സാധനം കണ്ടാലും എനിക്ക് അപ്പം അത് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. കണ്ടോ, ഈ കാക്ടസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. നല്ല രസമല്ലേ കാണാൻ. 419 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ സാധനത്തിന് 419 രൂപയാണ്. നല്ല രസമുണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഇതുമേ തൽക്കാലം എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. 10, 200, 250 രൂപയ്ക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം കേട്ടോ. ഇതിന് അത്രയും ഉണ്ടെങ്കിൽ ഇതിനത്രയും കാണും. ഓക്കെ, അപ്പോൾ ഏകദേശം ഞാൻ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ. നല്ല രസമല്ലേ കാണാനായിട്ട്. നമുക്ക് ഇങ്ങനെ വെക്കാം, എവിടെയെങ്കിലുമൊക്കെ വെക്കാം.
പിന്നെ എനിക്ക് ഈ ലെഫ്റ്റ് ഓവർ സാധനങ്ങളും പിന്നെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചതും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ബൗളുകൾ മേടിച്ചിട്ടോ, ഗ്ലാസിൻ്റെ. ഇതിൻ്റെ മൂടിയുണ്ട്, ഇത് എവിടെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് പലതരം മൂടികൾ കിട്ടും, ഇതിന് ഗ്ലാസിൻ്റെ തന്നെ കിട്ടും, പിന്നെ ഈ മുളയുടെ ടൈപ്പില്ലേ, ബാംബൂ ടൈപ്പ് അത് കിട്ടും, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെയും കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കേട്ടോ, അങ്ങനത്തെയും കിട്ടും. അതായത് ചൂടായാലും ഇങ്ങനെ അതിങ്ങനെ അതിങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത ടൈപ്പിലുള്ള സംഭവം കിട്ടും, അതും ഉണ്ട്. അങ്ങനെ 3 ടൈപ്പിലാണ് ഇതിൻ്റെ മൂടി വരുന്നത് കേട്ടോ. ഈ ബൗളിന് 600 ml പാത്രമാണ് കേട്ടോ ഇത്, ഗ്ലാസിൻ്റെ. അടുത്തത് ഓർഗനൈസർ ബോക്സുകളാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലത്തെ കണ്ടോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോക്സുകൾ ഞാൻ വാങ്ങി. കളറായിട്ടുള്ളതും കിട്ടും, അതല്ലാതെ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും കിട്ടും. ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമ്മൾ ഇതിൽ വെക്കുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചത് കേട്ടോ. ഇങ്ങനത്തെ ഒരു 4-5 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ട്. ഇതിന് ബോക്സിന് മൂടിയും കിട്ടും. 100 രൂപ അങ്ങോട്ടാണ് ഇതിൻ്റെ മൂടിക്ക് വില എന്ന് തോന്നുന്നു. മൂടിക്ക് സെപ്പറേറ്റ് വില, ബോക്സിന് സെപ്പറേറ്റ് വില, അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ബോക്സുകളാണ് കേട്ടോ ഇത്. ഇങ്ങനത്തെ ഇത് ഞാൻ ഇതിന് മുന്നേയും വാങ്ങിച്ചിട്ടുണ്ട്. 199 അങ്ങോട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. 200ഉം 199 ഒക്കെ ഒരുപോലെ തന്നെ, അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനത്തെ ഒരു 4-5 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിനകത്ത് കുറേ സാധനങ്ങൾ നമുക്ക് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഇപ്രാവശ്യം ഞാൻ കളർ മാറ്റി വാങ്ങിച്ചു. മുന്നത്തെ ഞാൻ വൈറ്റ് വെളിയിലും ഉള്ളിൽ ഗ്രീനും ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഈ ഒരു ബേബി പിങ്ക് കളർ മേടിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ടപ്പോൾ ഇത് തന്നെ പച്ച, ബ്ലാക്ക്, പല കളറിൽ കിട്ടും കേട്ടോ. പക്ഷെ എനിക്ക് വൈറ്റ് ആണ് കാണാനായിട്ട് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വൈറ്റ് വാങ്ങിച്ചതാണ്. പിന്നെ എപ്പോഴും വൈറ്റ് കളറായിട്ടില്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റിൻ്റെ ഉള്ളിൽ വെക്കുമ്പോഴല്ലേ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയ സാധനങ്ങൾ, അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചതാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് നമ്മൾ സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചാൽ മതി. ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ട് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ബോക്സുകൾ ഞാൻ ഒരു 5-6 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സോപ്പും നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വിമ്മ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇല്ലേ, അതിൻ്റെ സ്പോഞ്ച്, ഇതൊക്കെ വെക്കാനുള്ള ഒരു സംഭവമാണ് ഇത്. ഇത് ഞാൻ കുറേ കാലമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഇത് ഞാൻ വീട് വാങ്ങിച്ച സമയത്ത് അങ്ങാണ്ട് വാങ്ങിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കണത് എനിക്കത് കണ്ട് മടുത്ത്, അപ്പം ഞാൻ ഒരെണ്ണം പുതിയത് മേടിച്ചതാണ് കേട്ടോ ഇത്. കണ്ടോ, ഇങ്ങനെ 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് സോപ്പും എൻ്റെ സ്പോഞ്ചും ഇതൊക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് വെക്കാം. ഇവിടെ നമുക്ക് വിമ്മും ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ബ്രഷുകളോ എന്ത് വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്ക് വശം കണ്ടോ ഇങ്ങനെ ഹോൾസ് ആണ്, അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കോളും കേട്ടോ. അപ്പം അങ്ങനെ ഞാനൊരു സംഭവം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നാളുകളായിട്ട് തപ്പുന്നതാണ് നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് കയ്യിലിടാനായിട്ട് ഗ്ലൗസ് കേട്ടോ. ഗ്ലൗസ് ഞാൻ കുറേ നാളുകളായിട്ട് തപ്പുന്നതാണ്. നമുക്ക് ടോയ്ലറ്റ് കഴുകുമ്പോൾ പല യൂസ് ഉണ്ട്. ടോയ്ലറ്റ് കഴുകുമ്പോൾ നമുക്ക് കയ്യിലിടാം. അത് നമ്മൾ സാധാരണ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോണ്ടല്ലോ പെട്ടെന്ന് കീറിപ്പോവും. ഇതാവുമ്പോൾ അത്ര പെട്ടെന്ന് കീറുന്ന സാധനമല്ല, നമുക്ക് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാനും പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൗസ് മേടിച്ചതാണ് കേട്ടോ. ഇത് 167 രൂപയാണ് ഈ ഗ്ലൗസിൻ്റെ റേറ്റ്. ഇത് കണ്ടോ, ഇതൊക്കെ അഫോർഡബിൾ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ക്വാളിറ്റി. നല്ല സംഭവമാണ് കേട്ടോ ഗ്ലൗസ്. ഇത് വന്നിട്ട് നമുക്ക് ചൂടുള്ള പാത്രമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ സംഭവം. ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ വെക്കാം. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ പാദ്യം പുറത്തേക്കൊന്നും ഈ ചൂട് തട്ടില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. സിലിക്കൺ ഇതിൻ്റെ മെറ്റീരിയൽ തോന്നുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ്. ചൂടടിച്ചാലും ഒരു പ്രശ്നം വരാത്ത ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനത്തെ സംഭവം നമ്മൾ മേടിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതാണ് ടെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇത് ചുമ്മാ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ സെൻറ്റർ ടേബിളിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ സെൻറ്റർ ടേബിൾ ഇത് വെച്ചിട്ട് ഇത് ഇങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെറും ഷോയ്ക്ക് വേണ്ടി വാങ്ങിച്ച സാധനമാണ് കേട്ടോ ഇത്. കണ്ടോ, ഇങ്ങനെയൊക്കെ വെക്കാൻ കാണുമ്പോൾ നല്ല രസമല്ലേ, ഭംഗിയല്ലേ. സെൻറ്റർ ടേബിൾമയോ അല്ലെങ്കിൽ കോർണർ ടേബിൾമയോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വെക്കാം. നമ്മുടെ ഊണ് കഴിക്കുന്ന മേശമ വെക്കാം, അതിനൊക്കെ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് ജൂട്ടാണ്. 500-600 അങ്ങോട്ടായിരുന്നു കേട്ടോ. ഇത് പല കളറിൽ പല ഷേപ്പിൽ കിട്ടുന്നുണ്ട്. ഓട്ടയുള്ളതുണ്ട്, ഓട്ടയില്ലാത്തത് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ളതുണ്ട്. അങ്ങനെ കുറേ ടൈപ്പിലുണ്ട് കേട്ടോ. ഞാൻ ഇതാണ് വാങ്ങിച്ചത്.
500 or 600 അതാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് കേട്ടോ. പിന്നെ ഇത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ബോക്സുകളാണ് കേട്ടോ. ഇപ്പോൾ ഇവരിങ്ങനെ ഞാൻ പാക്കറ്റ് പൊട്ടിക്കാത്ത കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഡ്രസ്സ് അറേഞ്ച് ചെയ്യുന്ന കാണിക്കുമ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഇത് ആക്ച്വലി 900 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നിരുന്നത്. ഞാനിപ്പം പോയ സമയത്ത് എന്തോ ഒരു ഓഫറുള്ള കാരണം കൊണ്ട് ഇത് 699 ആണ് തോന്നുന്നു. 699 ആണ് ഇതിൻ്റെ റേറ്റ് വന്നത് കേട്ടോ. ഒരു പീസിന് 699. ഞാൻ ഒരു 3 എണ്ണം മേടിച്ചു. തൽക്കാലം എൻ്റെ ബജറ്റിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇവിടെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഇതൊരു 2 എണ്ണോ 3 എണ്ണോ മറ്റാണ് മേടിച്ചത് കേട്ടോ. പിന്നെ കണ്ടോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ഇത് പഴക്കൊട്ടയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കണ്ടോ, നമുക്കിങ്ങനെ ബാസ്ക്കറ്റാണ് ഇത്. നമുക്കിങ്ങനെ ഇതിലൊരു പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഈ കളറിൽ കാണുന്നത്, ഈ സ്കിൻ കളറിൽ കാണുന്നത് ഈ ബാസ്ക്കറ്റിൻ്റെ പിടുത്താണ്. നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടോയ്ലറ്റും സാധനങ്ങളൊക്കെ കഴുകുന്ന എല്ലാ ലോഷനുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും എടുത്തു വയ്ക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇതിനകത്ത് കൊള്ളും. നമുക്ക് അങ്ങനെ എടുത്താൽ കൊണ്ടുപോവുക, എടുക്കുക, യൂസ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പഴക്കോട്ട എനിക്ക് എപ്പോഴും പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ശരത്തേടെ പുറത്ത് പോയി ഒരു കുന്ന് പഴം വാങ്ങിച്ചുകൊണ്ടുവരും. അപ്പോൾ പല തരമായിരിക്കുമല്ലോ. അപ്പം അതെല്ലാം കൂടിയിട്ട് എൻ്റെ ആ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റിനകത്ത് കൊള്ളാറേ ഇല്ല. അപ്പം അങ്ങനെ ഞാൻ കുറേ നാളുകളായി തപ്പുന്നു. മൂടിയുള്ളതൊന്നും നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന സൈസ് കിട്ടുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഇത് മേടിച്ചതാണ് കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചത്. പല കളറുണ്ട് ഇതിൽ. ഇതിൻ്റെ റേറ്റ് എഴുതിയിരിക്കുന്നത് 1072 രൂപയാണ്. പക്ഷെ ഇതിന് എന്തൊരു ഓഫർ കിടക്കുന്ന കാരണം കൊണ്ട് എനിക്ക് 700 റുപ്പീസിനാണ് ഇത് കിട്ടിയത് കേട്ടോ. 799 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, 700 സംതിങ് ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പല കളറുണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ സിൽവർ ഉണ്ട്, അങ്ങനെ പല കളറിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതാണ് വാങ്ങിച്ചത്. നമ്മുടെ ഈ വീട്ടിൽ കുറച്ചൊക്കെ ഇങ്ങനെ വൈറ്റും ബ്ലാക്കും ഒക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്ന കാരണം കൂടെ ആഷും ബ്ലാക്കും ഒക്കെ കിച്ചണിൽ അങ്ങനെയാണ് കൂടുതൽ കളർ കോമ്പിനേഷൻ വരുന്നത്. അത് കാരണം കൊണ്ട് ഞാൻ ഈ കളറിൽ ബാസ്ക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. യോ, സൂപ്പർ അല്ലേ? അടുത്തത് വന്നിട്ട് ദാ കുഷ്യൻ കവറുകളാണ് കേട്ടോ. ഞാനിത് നമ്മുടെ ബെഡ്റൂമിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കുഷ്യൻ കവറ്. 2 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയുണ്ട്, ഞാനിത് ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു പിടുത്തമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ 2 എണ്ണമാണ് വാങ്ങിച്ചത് കേട്ടോ. ഇതിൽ ഒരെണ്ണത്തിൻ്റെ റേറ്റ് 559 റുപ്പീസാണ് കേട്ടോ. 559 രൂപ ഒരെണ്ണത്തിന്. പക്ഷേ ഇതിന് എന്തെങ്കിലും ഓഫർ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ, 559. അപ്പോൾ രണ്ടും കൂടി 1100 രൂപ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര സുഖമാണ് കേട്ടോ അത് തൊടാനായിട്ട്. ഇതിലൊക്കെ ഞാൻ കിടന്ന എപ്പോൾ ഉറങ്ങി എന്ന് ചോദിച്ചാൽ മതി, ഭയങ്കര സോഫ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള കുഷ്യനും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 എണ്ണം. അതൊക്കെ അവിടെയാണ്, ഞാൻ എടുത്തിട്ടില്ല. അടുത്തത് ഇതുപോലത്തെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, നമ്മുടെ പരിപ്പ്, കടല, പയർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പാത്രമാണ്. എൻ്റെ കയ്യിലുള്ള ബോട്ടിൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ പാത്രങ്ങൾ എന്ന് പറയുന്നത് ഉരുണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് എന്നുള്ളൊരു മനസ്സിലെ കാൽക്കുലേഷനിലാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അവിടുത്തെ അലമാരകളുടെ സൈസൊന്നും ഞാൻ ഇവിടെ നിന്ന് അളവെടുത്ത് പോയില്ലായിരുന്നു. അതൊരു മണ്ടത്തരാണ് ആക്ച്വലി. അതൊക്കെ നോക്കി പോവാണെങ്കിൽ നമുക്ക് കറക്റ്റ് സൈസ് നോക്കി വാങ്ങിക്കാമായിരുന്നു. അതുകൊണ്ട് ഞാനിതൊരു 5 എണ്ണോ 6 എണ്ണോ അങ്ങോട്ടാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ 4 എണ്ണോ 5 എണ്ണോ അങ്ങനെ എന്തോ ആണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. അപ്പം കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇങ്ങനെയാണ് സൈസ് വരുന്നത്. നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം, അല്ലാണ്ട് മുഴുവനായിട്ടും തുറക്കാം, പകുതിയായിട്ട് നമുക്ക് ഇത് തുറക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിന് ഒരെണ്ണത്തിന് 349 രൂപയാണ് കേട്ടോ. പക്ഷെ ഇതിനും പ്രൈസിന് കുറച്ച് കുറവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 159, 199 ആ റേഞ്ചാണെന്ന് തോന്നുന്നു കേട്ടോ. പാതി പ്രൈസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 50% ഓഫ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ സംഭവത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ 4 എണ്ണോ 5 എണ്ണോ മറ്റാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തത് ബെഡ്ഷീറ്റും പിന്നെ നമുക്ക് പുതയ്ക്കാനുള്ള കുറച്ച് സംഭവമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ഇത് 50% ഓഫായിരുന്നു. ഇതിൻ്റെ കറക്റ്റ് റേറ്റ് വരുന്നത് എത്രയാണെന്നറിയോ? 3537 രൂപയുടെ ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് 50% ഓഫ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. സാധാരണ ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഇവരുടെ ആനിവേഴ്സറി ആണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. 50% ഓഫ് എല്ലാ പ്രോഡക്റ്റിനെന്നും പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നു.
അതിപ്പോൾ അങ്ങോട്ട് അവസാനിച്ചു എന്ന് തോന്നുന്നു. ചില പ്രൊഡക്റ്റ് സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറേയൊക്കെ അവർ എടുത്ത് മാറ്റി കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റുകൾക്ക് അവിടെ 50% ഓഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3537 രൂപയുടെ ബെഡ്ഷീറ്റാണിത്. ഇതെനിക്ക് 1800 രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ. ഇതിൽ തന്നെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ഇനി വിരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി എനിക്ക് കുറച്ച് ഡാർക്ക് കളറുള്ളത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിത് എടുത്തതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളർ നോക്കിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഞാനിത് വിരിക്കുമ്പോഴൊക്കെ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് പുതച്ച് കിടക്കാനുള്ള ഐറ്റമാണ്. ഇത് കവറാണ്. അപ്പോൾ ഈ കവർ നമുക്ക് പുറത്തെടുത്ത് കഴുകാനോ എല്ലാത്തിനും പറ്റും. ഇതിനുള്ളിൽ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് പുതപ്പ് പോലെ ഇരിക്കും, ലൈക്ക് കമ്പിളി പുതപ്പ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം. വരുന്നത് 2086 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് 2 പില്ലോ കവറും വരും. ഈ സാധനം തുറന്നാൽ ഇങ്ങനെ പുതപ്പ് പോലത്തെ ഒരു സാധനമാണ്. ഇതുപോലെ നല്ല സുഖമാണ്, നമുക്ക് മേത്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത് തുറന്നാൽ ഇങ്ങനെ ഷീറ്റ് പോലെ ഇരിക്കും, കുറച്ച് തിക്കായിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ ഈ കവറിനകത്തേക്ക് കയറ്റും. ഇങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയുള്ളൂ. കവറിനകത്തേക്ക് കയറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ പുതച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ അതിന് വേണ്ടി വെച്ചാൽ, അപ്പോൾ ഈ ഷീറ്റ് ആകുമ്പോൾ നമുക്ക് എടുത്ത് കഴുകുകയും ചെയ്യാം. ഇതിട്ട് കേടാവൂല്ല, ഇതിട്ട് കഴുകാനൊന്നും പാടില്ല. ഷീറ്റ് നമുക്ക് വേറെ വാങ്ങിച്ചിടുകയും ചെയ്യാം കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാലോ 2086. ഇതിന് 4183 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിനെന്തെങ്കിലും ഓഫ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ നോർമൽ റേറ്റ് വന്നിട്ട് 4183 രൂപയാണ് ഇത്രയും പോകുന്നൊരു സാധനത്തിന് കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടത് കുട്ടികളുടെ 2 സൈസിൽ അവൈലബിൾ ആണ്. വലിയവർക്കുള്ളതുണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട്. കുട്ടികളുടെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 സാധനം നമ്മൾ 2 വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. മക്കൾക്കും മേടിച്ചു, നമുക്കും മേടിച്ചു കേട്ടോ. ഇതിൻ്റെ റേറ്റ് 3486 രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിലും 2 പില്ലോ കവർ വരുന്നുണ്ട്, പ്ലസ് ഈ ഒരു ഡ്യുവറ്റ് കവറും വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പേരതാണെന്ന് തോന്നുന്നു. 3486 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇത് വിരിക്കുമ്പോൾ കാണിച്ചാൽ ഇവർ ആക്ച്വലി ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, പ്ലസ് അവിടെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല തിക്കൊക്കെയാണ് കേട്ടോ, നല്ല കനമുള്ള സംഭവമാണ്. പുതച്ച് കിടന്നാൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടില്ല. ഇവിടെ പൊതുവെ തണുത്ത സ്ഥലമായ കാരണം കൊണ്ട് നമുക്ക് ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് എപ്പോഴും. എന്നാൽ ചില സമയത്ത് നമുക്ക് ഒരുപാട് തണുപ്പ് തോന്നില്ല, അപ്പം നമുക്ക് ഈ കമ്പിളിയുടെ ആവശ്യം തോന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട്? ഞാൻ ശരിക്കും അവിടെ എല്ലാം വൈറ്റും ലൈറ്റ് കളേഴ്സും ഒക്കെ ആയിരുന്നു. ഞാൻ തപ്പിത്തെരഞ്ഞിട്ടാണ് ഈ ഒരു, നമുക്ക് വൈറ്റൊക്കെ ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് അത്രയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ മക്കൾക്ക് റൂമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചതാണ്. 1770 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതും ഹാഫ് പ്രൈസറായിരുന്നു, 50% ഓഫ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് 800 സംതിങ് ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിന് ഇത് പ്യുവർ കോട്ടൻ്റെയാണ്, നല്ല സൂപ്പർ മെറ്റീരിയലാണ്. ഞാൻ അവിടെ തൂക്കിയിട്ട് കാരണം കൊണ്ട് പിടിച്ചു നോക്കിയപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു തൊടാനായിട്ട്. റഫ് കോട്ടൺ ഒന്നല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ട ഇവിടെ അതിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരിക്കും. വൈറ്റൊക്കെയാണ്, പിള്ളേർക്ക് ഇട്ട് കൊടുത്ത് എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ എടുത്തു. ഇതിൻ്റെ ആ ഫ്ലോറൽ പ്രിന്റ് കണ്ടിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഇത്. അടുത്തത് ഇത് കബോർഡ് ലൈനർ ആണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ആയ കാരണം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെയും ഇത് ഒരുപാട് നീളം വരുന്നതല്ല കേട്ടോ. അപ്പോൾ ഒരു 4-5 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 1-2 കബോർഡ് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഊഹത്തിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഗ്രിപ്പൊക്കെയുള്ള നല്ല സംഭവമാണ്. വൈറ്റ് ആണ് എന്നുള്ളൊരു കുറവ് മാത്രമല്ല, ഇത് വേറെ കളറിൽ അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ വൈറ്റ് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ വൈറ്റ്. പക്ഷേ ക്വാളിറ്റി വൈസ് നല്ലതാണ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ഇത്. കണ്ടോ, കബോർഡ് ലൈനർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാണിച്ച ബാസ്ക്കറ്റൊക്കെയാണ്. സെയിം തന്നെ 3-4 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഒരു ക്ലോക്ക്, നമ്മുടെ ബെഡ്റൂമിലത്തെ ക്ലോക്ക് കേടായിപ്പോയി. അപ്പോൾ അത് അതിനോട് ഒരു ക്ലോക്ക് വാങ്ങിച്ചു. 1259 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ക്ലോക്കിന് വൈറ്റ് ആണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. വൈറ്റ് ബ്ലാക്ക് ഇങ്ങനെയൊക്കെയാണ് കളറ് മിക്ക സാധനങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലോക്ക് ഇത് എൻ്റെ ഇഷ്ടത്തിന് എടുത്തോന്നല്ല, ഇത് ശരത്തേൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ്. എനിക്കിത് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സംഭവം. ഓക്കെ, അടുത്തത് ഇത് ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ട്
ഞാനൊരു ഷോ പീസ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ സംഭവം. ഇതിന് 999 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1000 രൂപയ്ക്ക് 1 രൂപയെ കുറവുള്ളൂ കേട്ടോ ഈ ഒരു സംഭവത്തിന്. നല്ല രസമൊക്കെ ഉണ്ട്, സെറാമിക് ആണ്. അപ്പൊ നമുക്ക് ഈ ബഞ്ച് അവിടെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി ഭംഗിയിൽ വെച്ചാൽ കാണാൻ നല്ല സൂപ്പർ ആയിരിക്കും. കണ്ടോ, നമ്മുടെ കോർണറിലോ ബെഡ്റൂമിലോ ഇവിടെ ഹാളിനകത്തോ എവിടെ വേണമെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. നല്ല ഭംഗിയിൽ ഇരുന്നോളും. ഞാൻ ഈ കളറ് ലാവൻഡർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. അപ്പോൾ ഇത് രണ്ടും കോമ്പിനേഷൻ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു. ഇത് കൂടാതെ വേറെയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. കണ്ട പുല്ല് നമ്മുടെ പാടത്തൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പുല്ല്. അപ്പോൾ ആ നോസ്റ്റുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് കൊള്ളില്ല, എന്നാൽ എവിടെയെങ്കിലും ഒരു കോർണറിൽ എവിടെയെങ്കിലും ഞാനിത് സെറ്റ് ചെയ്യും, അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊക്കെ പൊട്ടും കേട്ടോ പെട്ടെന്ന്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സെറാമിക് ആണ്, പെട്ടെന്ന് പൊട്ടും. ഇതിന് 1000 രൂപയാണെന്ന് എനിക്കറിയാം. കാരണം അത് എൻ്റെ അടുത്ത് ശരത്തേട്ട് വാങ്ങാണ്ടാന്ന് പറഞ്ഞു, വേറെ കളർ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കളർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1000 രൂപയാണ്, 999 അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ചിലതിന് ഭയങ്കര റേറ്റാണ്, ചിലതിന് റേറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ആണല്ലോ വാങ്ങണോ വാങ്ങണ്ടേ എന്നൊക്കെ ഉള്ളത്, അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. നേരത്തെ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അതാ ഇതുപോലത്തെ ബാസ്ക്കറ്റുകൾ കാണിച്ചില്ലേ, അതിൻ്റെ സെപ്പറേറ്റ് മൂടി വാങ്ങിക്കാൻ കിട്ടുന്ന ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഈ സാധനം കേട്ടോ. ഇതിന് 100 രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഞാൻ കുറച്ച് മാറ്റുകൾ മേടിച്ചതാണ് കേട്ടോ. സെയിം ടൈപ്പാണ്, ഞാൻ വേറെ ഒന്നും കണ്ടില്ല. അത് കാരണം കൊണ്ട് ഇത് ബാത്റൂമിൻ്റെ അവർക്ക് അവിടെ ഇടുന്ന മാറ്റാണ്. ആക്ച്വലി നമുക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, കാരണം നല്ല സംഭവം കാണാൻ നല്ല അടിപൊളിയാണ്. ഓക്കെ, ഞാൻ ബാത്റൂമിൻ്റെ അവിടേക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ബെഡിൻ്റെ കീഴെ ഇടാനൊക്കെ ആയിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇത് 399 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 499 അല്ലെങ്കിൽ 399 ആ റേഞ്ചിലാണ് മാറ്റ് വന്നിരുന്നത് കേട്ടോ. ഇത് ഒരു 3 കളറ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് ഗ്രീനാണ്, ഒന്ന് ഈ കളർ കേട്ടോ, പിന്നെ ഒന്ന് ആഷ് ആണോ ബ്ലൂ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ശരത്തേണ്ണാണ് എടുത്തത്. കുറച്ച് സാധനങ്ങൾ അവിടെ ഞാൻ ഒരുപോലത്തെ ഉള്ളത് കുറച്ച് ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എവിടെയോ ഉണ്ട് കേട്ടോ. ഈ ടൈപ്പിലാണ് മാറ്റ്. ഗ്രിപ്പൊക്കെ ഉണ്ടാവുമെന്നാണ് എഴുതി വെച്ചിരുന്നിരുന്നത്, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഒരു ഉറപ്പുമില്ല, പക്ഷെ സൂപ്പർ മെറ്റീരിയൽ വൈസ് കിഡിലോസ്കിയാണ്. വെള്ളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ 2-3 മാറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ടൈപ്പ് ഓർഗനൈസർ ആണ് കേട്ടോ. കണ്ടോ, അത് ഇതുപോലെ ഇരിക്കും. ഈ പിക്ചർ കണ്ടോ, ഇതുപോലെ ഇരിക്കും കേട്ടോ ഈ ഓർഗനൈസർ ബോക്സ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ ഇരിക്കും. ഇത് ഞാൻ ശരത്തേട്ടൻ്റെ റൂമിലേക്ക് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നറിയോ? 599 599 രൂപയാണ് കേട്ടോ ഈ ഓർഗനൈസറിന് റേറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഇതുപോലത്തെ സംഭവങ്ങൾക്ക് കുറച്ചും കൂടി റേറ്റ് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇവിടെ ഇച്ചിരി റേറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക്. പിന്നെ ഇനിയും 2 ബെഡ്ഷീറ്റ് തന്നെയാണ്. ഇത് കുറച്ച് കളർഫുൾ. ഇത് നമുക്ക് വേണ്ടി വാങ്ങിച്ചത്, ഒരു വൈറ്റിൽ പെട്ടിട്ടുള്ളത്. എനിക്ക് വൈറ്റ് ഇഷ്ടമായ കാരണം കൊണ്ട് ഞാൻ എടുത്താണ്. ശരത്തേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് വൈറ്റ് എടുക്കണ്ട. പക്ഷേ എനിക്ക് എന്തോ റൂമിലേക്ക് കുറച്ച് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പരിപാടിയാണ് കേട്ടോ. ഇത് എത്ര നാൾ ഇത് ഓടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹാഫ് പ്രൈസിലായിരുന്നു. 1190 നമ്മൾക്ക് കിട്ടിയ റേറ്റ് കേട്ടോ, 50% ഓഫിൽ. പക്ഷേ ഇതിൻ്റെ ഡബിളാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് 50% ഓഫ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. 1666 രൂപയുടെ സാധനമാണ്. 50% അല്ല കേട്ടോ, ഇതിൻ്റെ റേറ്റ് 1666 ഒറിജിനൽ പ്രൈസ്. പക്ഷെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 1190 കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 500 രൂപയുടെ ഡിഫറൻസിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. അതുപോലെ ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു ഷീറ്റ്, ബെഡ്ഷീറ്റ് 1119 കേട്ടോ. ഇതിനും ഇച്ചിരി പൈസ അങ്ങനെ കുറവുണ്ടായിരിക്കും, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഉള്ളതിന് അവരിങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ചിലതിനില്ലാന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ 2 ബെഡ്ഷീറ്റ്, വേറെ 2 ബെഡ്ഷീറ്റ്. ഇതുപോലത്തെ പാത്രമാണ് കേട്ടോ. ഇതുപോലെ 3 വരും കേട്ടോ മൂടിയുള്ളത്. നമുക്ക് ഈ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ ലെഫ്റ്റ് ഓവർ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് 3 വരുന്നുണ്ട്. പിന്നെ നേരത്തെ നിങ്ങൾക്ക് ഞാനൊരു സംഭവം കാണിച്ചിരുന്നില്ലേ, ഒരു പാത്രം, അതിന്റെ മൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 3 ടൈപ്പില്, പ്ലാസ്റ്റിക്, പിന്നെ ഇതുപോലെ പൊട്ടണ ചില്ലിന്റെ ഉണ്ട്, പിന്നെ ബാംബൂന്റെ ഉണ്ട്. ഇത് ഞാൻ ചില്ലിന്റെയാണ് വാങ്ങിച്ചത് കേട്ടോ. മൂടി നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം, പാത്രം നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം, അങ്ങനെയാണ് അവിടെ കേട്ടോ. ഇതിന് മൂടിക്ക് മാത്രം 224 രൂപയാണ് കേട്ടോ.
പാത്രത്തിന് വേറെയാണ്. പിന്നെ ഇതുപോലത്തെ 2 കപ്പ് ഞാൻ മേടിച്ചു. ഇത് 2 ഞാൻ പൊതിഞ്ഞു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് ഞാൻ നമ്മുടെ ഇതിൻ്റെ തന്നെ ഡാർക്ക് കളർ ഉണ്ട്, അപ്പോൾ ഞാൻ മാച്ചിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 എണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ. ദേ നേരത്തെ ഞാൻ കാണിച്ചു തന്ന അതേപോലത്തെ തന്നെ പൊട്ടുന്ന പാത്രം, നല്ല ഇത് ഓവണിലും നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെയും മൂടി നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. കണ്ട മൂടി ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെയും വരുന്നുണ്ട്, ഈ ചില്ലിൻ്റെയും വരുന്നുണ്ട്. അപ്പോൾ 2 വാങ്ങിച്ചു. ഏതിനാ നല്ല ക്വാളിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു സ്ക്വയർ ടൈപ്പിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ പാത്രം. റൗണ്ട് മേടിച്ചു, സ്ക്വയർ മേടിച്ചു, നീളത്തിലുള്ളത് മേടിച്ചു, അങ്ങനെ 2-3 ടൈപ്പിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. കണ്ടോ ഇതുപോലത്തെ ബോക്സുകൾ, ഇത് ഞാൻ ഒരു 3-4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ചതാണ്. ഇത് ഐസ് ഇടാനായിട്ട് കുട്ടികൾക്ക് ഒരു രസത്തിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് ഷേപ്പുകളിൽ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഞാനിത്. അങ്ങനെ ഐസ് ക്യൂബിൻ്റെ ഒരു ഇതെന്താ പറയുക, പ്ലാസ്റ്റിക് ഒന്നല്ല, സിലിക്കൺ പോലത്തെ എന്തോ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതും മേടിച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ നമ്മുടെ നല്ല മണത്തിന് വേണ്ടിയിട്ട് ഈ ഡ്രൈ പെറ്റൽസ് ഒക്കെ വെക്കത്തില്ലേ, ഭയങ്കര സ്മെല്ലാണ് ഇതിന്. ഇതിൻ്റെ തന്നെ നമുക്ക് എസെൻഷ്യൽ ഓയിൽസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇതിൻ്റെ സ്മെല്ല് കുറച്ചധികം നാളെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്ത് കൊടുത്താലും ആ സ്മെല്ല് നിൽക്കും കേട്ടോ. അപ്പോൾ അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രം മേടിച്ചത് കേട്ടോ. ഇത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കോർണറിലൊക്കെ വെച്ചാൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നല്ല മണമായിരിക്കും. ബാഡ് ആയിട്ടുള്ള മണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ബാഡ് ഓഡർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴേ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, ഞാൻ ഇതിൽ വെച്ചേക്കാണ്. പിന്നെ ഇത് കുട്ടികൾക്ക് ഐസ്ക്രീം, ഈ പോപ്പിക്കിൾസ് ഒക്കെ പോലത്തെ സംഭവം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പൾപ്പൊക്കെ എടുത്ത് ഇതിൽ വെച്ച് നമ്മുടെ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ അവർക്ക് കഴിക്കാമല്ലോ, അവർക്കൊരു രസമല്ലേ ഇങ്ങനത്തെയൊക്കെ സംഭവം. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. 6 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ്. അപ്പോൾ 250 രൂപ. ഞാൻ പറഞ്ഞില്ലേ ചില സാധനങ്ങൾക്ക് റേറ്റ് കുറവുണ്ട്, ചിലതിനൊക്കെ ഭയങ്കര റേറ്റ്. കാണിച്ച ആ ഒരു ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള പാത്രം. ഇത് ഹുക്കാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊളത്തിയൊക്കെ ഇടണമെങ്കിൽ അതിന് വേണ്ടി വാങ്ങിച്ച ഹുക്കാണ് കേട്ടോ ഇത്. റേറ്റ് 559 രൂപയാണ് കേട്ടോ ഈ ഹുക്കിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നല്ല എത്ര വെയിറ്റും ഇത് വെയിറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന്. ഞാനിത് പല സ്ഥലത്തും തൂക്കിയിട്ടിട്ടുണ്ട്. നല്ലോണം വെയിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതിന്. 559 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. സംഭവം ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡൻ ഉണ്ട്. ഞാനൊരു വെറൈറ്റിക്ക് ഗോൾഡൻ എടുത്തതാണ്. അടുത്ത ഒരു സെറ്റ് സാധനം എന്ന് പറയുന്നത് ഇതുപോലത്തെ 4 ഗ്ലാസ് ബോട്ടിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് 195 രൂപയാണ് റേറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ചിലതിന് റേറ്റ് ഉണ്ട്, ചിലതിന് റേറ്റ് ഇല്ല എന്നുള്ളത്. കുട്ടി എന്താ പറയുക, മസാല ബോക്സ് ഒക്കെ പോലെ നമുക്ക് മസാലകളൊക്കെ ഇട്ട് വെക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ചെറിയ ബോട്ടിൽസ് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇതിന് 195 രൂപയായിട്ടുള്ളൂ. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അടുത്തത് വന്നിട്ട് ബ്രഷുകളാണ്. ഇത് ഞാൻ സിങ്ക് കഴുകാൻ വാങ്ങിച്ച ബ്രഷാണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് പർപ്പസിന് വാങ്ങിച്ച ബ്രഷാണ് കേട്ടോ ഇത് രണ്ടും. പിന്നെ ഇത് 2 സ്പാച്ചുല എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യണ കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ചൂട് പെട്ടെന്ന് അടിക്കാത്ത ടൈപ്പിലുള്ള സാധനങ്ങൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുറച്ച് പഴയതായി. അപ്പോൾ അത് കാരണം കൊണ്ട് 2 എണ്ണം ഞാൻ 2 കളറിൽ മേടിച്ചതാണ് കേട്ടോ. ഇത് സെയിം പാറ്റേണിലുള്ള ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉള്ളതുണ്ടായിരുന്നു. ഞാൻ സെയിം അല്ലേ എന്ന് വിചാരിച്ചിട്ട് 2 ഡിഫറെൻറ്റ് മേടിച്ചതാണ് കേട്ടോ ഇത്. കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട്, കളർഫുള്ളാണ്. അടുത്തത് വന്നിട്ട് ഈ പറഞ്ഞ പോലെ അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ എനിക്ക് പൂവും കായും പുഷ്പവും ലതാദികളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് അങ്ങനത്തെ ഭംഗിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. റേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. 199, 250 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അങ്ങനെ 2 എണ്ണം ഇത് മേടിച്ച് 3-4 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ പുഷ്പലതാദികൾ. ഇത് ഒരെണ്ണം ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് ഇങ്ങനെയൊക്കെ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വീണ് പോകും. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ, ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇതിങ്ങനെയാണ് വെക്കുന്നത്, ഇങ്ങനെയാണ് ഭംഗി കാണാൻ കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെ വെക്കാം നമുക്ക്. അപ്പോൾ വേറെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ വെക്കാം നമുക്ക്. കണ്ടോ, ഇങ്ങനത്തെ 2 പാത്രം കണ്ട് ഞാൻ വാങ്ങിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. കണ്ടോ ഇങ്ങനെ വെക്കാം നമുക്ക്. പിന്നെ ഇത് ഞാൻ ആ സെറാമിക്കിൻ്റെ പോട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഒരു സെറ്റാണ്. ഈ ഫോർക്ക്,
മറ്റേ നൈഫ്, സ്പൂണ്, അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു സെറ്റ് കേട്ടോ. 4 പീസ് വീതം 12 എണ്ണമാണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ? 329 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 321 രൂപ. പക്ഷേ 321 രൂപ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 200 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് കേട്ടോ. ഇങ്ങനെ 12 പീസ് അത്ര എണ്ണം. പിന്നെ ഞാൻ 2 കത്തി മേടിച്ചായിരുന്നു. കത്തി നമുക്ക് എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ഒരു ചെറുത്, ഒരു വലുത്. ഇത് എങ്ങനെ ഇരിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് കത്തിയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ 2 എണ്ണം വാങ്ങിച്ചു. ഇതിന് 629 രൂപ. ഇതിൻ്റെ റേറ്റ് 699 രൂപ കേട്ടോ. അങ്ങനെ എന്താ അത്, വലുതിന് റേറ്റ് കുറവും ചെറുതിന് റേറ്റ് കൂടുതലുമാണ്. 699, 629. എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. നല്ലതായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ 2 കത്തി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നേരത്തെ കാണിച്ച അതേ ഇങ്ങനത്തെ ഒരു 3-4 എണ്ണം ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ബാസ്ക്കറ്റുകളും വാങ്ങിച്ചു. ഇതിലിപ്പോൾ എല്ലാം നിങ്ങളെ മിസ്സാക്കാതെ കാണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി ഒരു സാധനം കൂടി ഉണ്ട്, ഒരു ബാസ്ക്കറ്റ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്കിലും ഇങ്ങനെ ഞാൻ 2 കളർ മേടിച്ചു. പിങ്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ചക്രമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഉരുട്ടിക്കൊണ്ട് പോവാം. കുട്ടികളുടെ ടോയ്സ് വേണമെങ്കിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അലമാരിക്കകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിന് മൂടിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നല്ല മെറ്റീരിയൽ നല്ല തിക്കായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. നമുക്ക് വലിച്ചു കൊണ്ടുപോകാനൊക്കെ എളുപ്പമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചക്രമുണ്ട്. പിന്നെ ഒരുപോലെ ഇരിക്കണത് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇത്രയും പ്രോഡക്റ്റാണ് ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് ഐക്യ കുറച്ച് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത്ര അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല അത്യാവശ്യം ചില സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതിന് 36,000 രൂപയാണ് ചിലവായത് കേട്ടോ. പ്ലസ് അവിടെ അതിനകത്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അത് ഒരു 10-2,000 രൂപ ഞങ്ങൾ ലഞ്ച് കഴിച്ചതിന് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം റേറ്റ് ഈ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എമൗണ്ട് ഓഫ് മണി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐക്യ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ തന്നെ പറയേണ്ടി വരും. ചില പ്രൊഡക്ട്സ് അഫോർഡബിൾ ആണ്, ചിലതൊന്നും അത്ര അഫോർഡബിൾ അല്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈസ് ഡിഫറൻസിന് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും. അത്രേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കാണാനായിട്ട് പോവാം. അതിനകത്തേക്ക് കയറാനായിട്ട് ഫ്രീ ആണ്. ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. നമുക്ക് കണ്ടുപോരാം. ഒരു റൂം എങ്ങനെ സെറ്റ് ചെയ്തേക്കണേ, ഒരു കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്തേക്കണേ എന്നൊക്കെയുള്ളത് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതിയില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. ആരും നമ്മൾ നിർബന്ധിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കാം. ഞാനിപ്പോൾ ഇത്ര ഐറ്റംസാണ് മേടിച്ചത്. വർഷത്തിൽ ഞാൻ ആകെ ഒരു പ്രാവശ്യമൊക്കെയാണ് പോകാറുള്ളത് കേട്ടോ. അതെന്നുവെച്ചാൽ നമ്മളെ കൊണ്ട് മുതലാവില്ല. അത്രയും റേറ്റാണ് സാധനങ്ങൾക്ക്. പക്ഷെ ക്വാളിറ്റി നല്ലതാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ വെസൽസ്, അതായത് കിച്ചൺ വെസൽസ്, പാത്രങ്ങളൊക്കെ ഇല്ലേ, ഇപ്പം നമുക്ക് കുക്ക് വെയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുമില്ലായിരുന്നു. അതർവൈസ് ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചതിൽ ഞാൻ തൃപ്തികരമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഐക്യമൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിലേക്ക് എന്തൊക്കെ ഐറ്റംസ് വേണോ അത് മുഴുവൻ അങ്ങനെ തന്നെ ആ ഷോറൂമിനകത്ത് ഉണ്ട് കേട്ടോ. ആ ഷോപ്പിനകത്ത് അത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. എന്താണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി മേടിക്കാം, ഇഷ്ടമല്ലെങ്കിൽ പോയി കണ്ടിട്ട് നിങ്ങൾക്കെല്ലാം കണ്ടുവരാമല്ലോ. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന നേരം നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം. ബാംഗ്ലൂർ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഒരു റേഞ്ചിന് പറ്റിയ സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിച്ച് വരാം. ഓക്കെ. പിന്നെ കഴിഞ്ഞ വർഷം, ഒരു വർഷം മുന്നേ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇപ്പോഴും അതേ ക്വാളിറ്റിയിൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് കാരണം കൊണ്ട് ക്വാളിറ്റി അഷ്വറൻസ് എനിക്ക് തരാനായിട്ട് പറ്റും കേട്ടോ. ഇതുവരയ്ക്കും ഒരു സാധനത്തിന് ഒരു കേടുപാട് പോലും വന്നിട്ടില്ല. ഐക്യെന്ന് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അത് കാരണം കൊണ്ട് ആ ക്വാളിറ്റി എനിക്ക് ഉറപ്പായിട്ടും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണെന്ന് പറയാൻ പറ്റും. അത് തന്നെയാണ് അവരുടെ വിജയം എന്ന് പറയുന്നത് കേട്ടോ. ഇത്ര പ്രൈസ് ഉണ്ടെങ്കിലും കൂടി നമ്മൾ വാങ്ങിച്ച 4 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഒന്നും കേടായി പോകുന്ന സാധനങ്ങളല്ല അതിനകത്ത് ഇരിക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട്
ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐക്കിയിലേക്ക് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്ത് അതിനകത്തൊന്ന് കറങ്ങിയൊക്കെ വരണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.